നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഷോൺ ജോർജിനെ മത്സരിപ്പിച്ചേക്കും. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഷോണിന്റെ പേരിന് മുൻതൂക്കം നൽകുന്നത്. മണ്ഡലത്തിൽ നിന്നുള്ള ക്രൈസ്തവ നേതാവിനെയും പരിഗണിച്ചേക്കും. വഖഫ് ബില്ലിന്റെ മുനമ്പത്തിന്റെയും സാഹചര്യം പരിഗണിച്ചാണ് ബി.ജെ.പി. നീക്കം. നിലമ്പൂർ മണ്ഡലത്തിൽ 20% ക്രൈസ്തവ വോട്ടുകളുണ്ട്. ബി.ജെ.പി. വോട്ടുകൾക്ക് പുറമെ ഈ വോട്ടുകൾ കൂടി സമാഹരിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. സംസ്ഥാന തലത്തിൽ തന്നെ ബി.ജെ.പിയുടെ സമവാക്യം ഇതിലൂടെ മെച്ചപ്പെടുത്താമെന്നും ബി.ജെ.പി. കരുതുന്നു. അനൂപ് ആന്റണിയുടെ പേരും പരിഗണനയിലുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ബി.ജെ.പിയുടെ വനിതാ സാരഥിയായി മത്സരിച്ച നവ്യ ഹരിദാസിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിനു ഏറെ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നിരിക്കെ LDFും UDFും ശക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇരു മുന്നണികളും പരസ്പര പോർവിളി ഉയർത്തുമ്പോൾ രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ബി.ജെ.പിയുടെ നീക്കം. മാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്ന സൂചന നൽകി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് രംഗത്തെത്തിയത് അക്ഷരാർത്ഥത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയായി. മണ്ഡലത്തിന്റെ ചുമതല നൽകിയിട്ടുള്ള സ്വരാജ് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായി. നിലമ്പൂരിൽ അനുകൂല സാഹചര്യമാണ് CPMനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സ്വരാജ് പിന്മാറിയത് പരാജയഭീതിയും പാർട്ടിക്കുള്ളിലെ ചില നീക്കങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മണ്ഡലത്തിലെ മുൻ MLA PV അൻവർ CPMന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ചില ആരോപണങ്ങൾ ഉന്നയിച്ച് CPMൽ കലാപക്കൊടി ഉയർത്തിയത്. ഇതിനിടയിൽ വളരെ നിഗൂഢമായി ചില മാറ്റങ്ങളും CPMന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി മുതലെടുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചാൽ സാരമായ മാറ്റം വോട്ടിൽ നേടാം.